വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഹോശേയ 12-ാം അധ്യായം ഇസ്രായേലിന്റെ, അതായത് ഇഫ്രയീമിന്റെ വഞ്ചനയും ദൈവത്തോടുള്ള അവിശ്വാസവും യാക്കോബിന്റെ ജീവിതം ഉദാഹരണമായി കൊണ്ടുള്ള ആത്മീയ പാഠങ്ങളും വ്യക്തമാക്കുന്നു. ഉദരത്തിൽ വെച്ച് അവൻ സഹോദരന്റെ കുതികാൽ പിടിച്ചു. പുരുഷപ്രായമായപ്പോൾ അവൻ ദൈവത്തോട് പൊരുതി. അവൻ ദൈവദൂതനോട് പൊരുതി ജയിച്ചു. കരഞ്ഞ് അവന്റെ അനുഗ്രഹം യാചിച്ചു. ബഥേലിൽ വെച്ച് അവൻ ദൈവത്തെ ദർശിച്ചു. അവിടെ വെച്ച് ദൈവം അവനോട് സംസാരിച്ചു. ഹോശേയ 12-ാം അധ്യായം 3-4 തിരുവചനങ്ങൾ. ഹോശേയ 13-ാം അധ്യായം ഇസ്രായേലിന്റെ വിഗ്രഹാരാധനയും അതിന്റെ ഫലമായുള്ള നാശവും അതോടൊപ്പം ദൈവത്തിന്റെ പരമാധികാരവും കരുണയും വ്യക്തമാക്കുന്നു. നീ ഈജിപ്ത് ദേശത്തായിരുന്ന നാൾ മുതൽ നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. എന്നെയല്ലാതെ മറ്റൊരു ദൈവത്തെ നീ അറിയുന്നില്ല. ഞാനല്ലാതെ മറ്റൊരു രക്ഷകനില്ല. മരുഭൂമിയിൽ വെച്ച്, വരണ്ട ദേശത്ത് വെച്ച് നിന്നെ അറിഞ്ഞത് ഞാനാണ്. ഹോശേയ 13-ാം അധ്യായം 4-5 തിരുവചനങ്ങൾ. പാതാളത്തിന്റെ പിടിയിൽ നിന്ന് ഞാൻ അവരെ വിടുവിക്കുകയോ മരണത്തിൽ നിന്ന് ഞാൻ അവർക്ക് മോചനമരുളുകയോ? മരണമേ, നിന്റെ മഹാമാരികൾ എവിടെ? പാതാളമേ, നിന്റെ സംഹാരം എവിടെ? അനുകമ്പ എന്റെ കണ്ണിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു. ഹോശേയ 13-ാം അധ്യായം 14 തിരുവചനം. ഹോശേയ അവസാന അധ്യായമായ 14-ാം അധ്യായം ഇസ്രായേലിന്റെ പശ്ചാത്താപത്തിനും ദൈവത്തിന്റെ കരുണയ്ക്കും പ്രാധാന്യം നൽകുന്നു. ഇസ്രായേൽ, നിന്റെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരിക. നിന്റെ അകൃത്യങ്ങൾ മൂലമാണ് നിനക്ക് കാലിടറിയത്. കുറ്റമേറ്റുപറഞ്ഞ് കർത്താവിന്റെ അടുക്കിലേക്ക് തിരിച്ചു വരിക. അവിടുത്തോട് പറയുക, അകൃത്യങ്ങൾ അകറ്റണമേ. നന്മയായത് അവിടുന്ന് സ്വീകരിച്ചാലും ഞങ്ങളുടെ അധരഫലങ്ങൾ ഞങ്ങൾ അർപ്പിക്കും. ഹോശേയ 14-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ. ഞാൻ അവരുടെ അവിശ്വസ്തതയുടെ മുറിവുണക്കും. ഞാൻ അവരുടെ മേൽ സ്നേഹം ചൊരിയും. കാരണം അവരോടുള്ള എന്റെ കോപം അകന്നിരിക്കുന്നു. ഹോശേയ 14-ാം അധ്യായം 4 തിരുവചനം. ഹോശേയയുടെ പുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.